വഴിയൊന്നുമില്ല, നാം നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. ഇതൊരു സുഫി പഴമൊഴിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഗദ്ഗത കണ്ഠനായത് നിങ്ങൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു വഴി തെറ്റിപ്പോയി എന്ന്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ വളരെ ഫിനോമിനലായ ഒരു മാറ്റം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് വഴിതെറ്റിപ്പോയവരെല്ലാം വഴിത്തിരിവിലെത്തി നിൽക്കുന്ന ഒരു കാലം. മനുഷ്യന്റെ തലച്ചോറ് അത്ര പെട്ടെന്നൊന്നും മാറ്റത്തിന് തയ്യാറാകുന്ന ഒന്നല്ല ശരിക്കും. അതുകൊണ്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് ഒരു മുഴം നീട്ടി ഒരു ഏറെറിയും. അവിടെ വെച്ചടി ആളുകൾ അവിടെ എത്തുമ്പോൾ അവിടെയും ഉണ്ടാവും പിന്നെയും ഒരു മുഴം നീട്ടി എറിയാൻ ഒരാള്. അങ്ങനെയാണ് ഇവിടെ എല്ലാ വികസനങ്ങളും ഉണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള തലച്ചോറുള്ള ആരോ ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാം മനുഷ്യന്റെ വെൽഫെയറിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സിനിമാ ലോകത്ത് ഇങ്ങനെ ഒരു പയനിയറിംഗ് അറ്റംപ്റ്റ്, ആ ഒരു മുഴം നീട്ടിയേറ് തന്നെയാണ്. ഒരു പയനിയറിംഗ് അറ്റംപ്റ്റ് എടുക്കുന്നവർക്ക് ഒത്തിരി പ്രോ ആക്റ്റീവായിട്ടുള്ള ചിന്തയുള്ളവരായിരിക്കും. അതിനവരൊരുപാട് പെയിൻ സഹിക്കുന്നുണ്ടാകും. ആ വേദനയിൽ നിന്ന് ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ആ പെയിനിൽ നിന്നുള്ള ഒരു പ്ലഷർ അവർ അനുഭവിക്കുന്നുണ്ടാകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. ഒരു അഭിനേത്രിയാകുക എന്നതൊന്നും എൻ്റെ വിദൂര സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാനൊരു ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ജീവിതം എന്നെ കൊണ്ടുപോയി വേറെ എവിടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു പ്രീ സ്കൂൾ നടത്തുകയാണ്. അവിടെ ഞാൻ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളുടെ ബ്രെയിൻ 6 വയസ്സിനുള്ളിൽ 90% ഡെവലപ്പ് ചെയ്യും എന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെ ആണ് ഞാൻ മോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഈ പറയുന്ന പുറംതിരിയൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ എൻ്റെ കണ്ടംപററീസാണ് ഇവരെല്ലാവരും. ഞങ്ങൾ 20-ലും 30-ലും ഒക്കെ ചെയ്തതിൻ്റെ മേന്മ 40-ൽ വന്നിട്ട് 50-ൽ എത്തുമ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിന് കിട്ടുന്ന ഒരു സിഗ്നിഫിക്കൻസ്, അതിനുശേഷമുള്ളൊരു സക്സസ്, അതിനുശേഷമുള്ളൊരു അബണ്ടൻസ്. ഇങ്ങനെ ഒരു പരിവർത്തന ഘട്ടത്തിൽ നിൽക്കുന്ന കുറേ നല്ല മനുഷ്യരാണ് ഈ വേദിയിൽ ഇരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഈ വാഗ്ദത്ത ഭൂമി നമുക്കുള്ളതല്ല, നമ്മുടെ വരും തലമുറകൾക്കുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്തു വെച്ചു പോകേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചു.